നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. മൈസൂരിലെ പ്രശസ്തമായ സെൻറ്റ് അൽഫോൺസ ചർച്ച്. ഈ ചർച്ചിൻ്റെ വിശിഷ്ടത, ഭവനശൈലി, കരിങ്കല്ലിലുള്ള ആഴത്തിലുള്ള കലകളുടെയും ദൈവീക അനുഭവങ്ങളുടെയും കഥകൾ നമ്മൾക്ക് ഇപ്പോൾ അന്വേഷിക്കാം. എങ്കിൽ ചെറുതായി ശ്വാസം ആഴത്തിലെടുത്ത് ചർച്ചിൻ്റെ ലോകത്തിലേക്ക് കടക്കാം. സെൻറ്റ് അൽഫോൺസ ഇന്ത്യയിലെ ആദ്യ സെയിൻ്റായ സ്ത്രീയാണ്. 1910 കേരളത്തിൽ ജനിച്ച അൽഫോൺസ ജീവിക്കുമ്പോൾ ദൈവത്തിനോടുള്ള ആത്മാർത്ഥ പ്രണയത്തിലും സേവനത്തിലും പ്രശസ്തയായി. അവളുടെ സ്മരണയ്ക്കായി ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും നിരവധി പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. മൈസൂരിലെ സെൻറ്റ് അൽഫോൺസ ചർച്ചും അതേ ദൈവിക അനുഭവത്തെ സമർപ്പിച്ച ഇടമാണ്. 20-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളി വിശ്വാസികൾക്കായും കലാപ്രേമികൾക്കായും ഒരു ആകർഷണ കേന്ദ്രമാണ്. ഇവിടെ വരുന്നവർക്ക് ഒട്ടും വിനോദസഞ്ചാരം മാത്രമല്ല, ആത്മീയ അനുഭവവും ലഭിക്കും. പള്ളി പുറത്തുനിന്നും കാണുമ്പോൾ അതിൻ്റെ ശാന്തവും മനോഹരവുമായ ഭിത്തികൾ കണ്ണിന് ഒരു തണുത്ത അനുഭവം നൽകുന്നു. ഭിത്തികളിലെ കരിങ്കല്ല് പ്രവർത്തനം, അതായത് പള്ളികളിലെ ഭിത്തികൾ കരിങ്കല്ലിൽ നിർമ്മിച്ചതാണ്. ഇവയിൽ മുഴുവനും മോഹകലയിലും ക്രിസ്ത്യൻ കഥകളുടെയും പ്രതിച്ഛായകൾ കാണാം. വിൻഡോകളിലെ സ്റ്റെയിൻലെസ് ഗ്ലാസ് വെളിച്ചമെത്തുമ്പോൾ നിറഞ്ഞ വെളിച്ചത്തിൻ്റെ കളി ഭിത്തികളിൽ പ്രതിഫലിക്കുന്നു. പള്ളികളുടെ ആർക്കിടെക്ചർ ഗാഥിക് സ്റ്റൈലിൽ സ്വാഭാവിക സൗന്ദര്യം കൂട്ടുന്നു. പ്രധാന ഹാളിലെ അലങ്കാരങ്ങൾ ഇവയൊക്കെയാണ്: വിശുദ്ധ ബാല്യഘട്ട കഥകൾ, സെൻറ്റ് അൽഫോൺസയുടെ ജീവിതകഥ, ബൈബിൾ കഥകൾ എല്ലാം. സെൻറ്റ് അൽഫോൺസയുടെ പ്രതിമ, പ്രാർത്ഥനയിൽ സജീവമായ രൂപം. ഓരോ സീറ്റിൽ നിന്നും വിശ്വാസികൾക്ക് ദൈവിക അനുഭവം. നിങ്ങൾക്ക് ചെറുതായി കൈകൊണ്ട് സ്പർശിക്കുന്ന ഒരു അനുഭവം മനസ്സിൽ രൂപപ്പെടും. പള്ളി തുറക്കുന്ന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സന്ദർശന സമയം. പ്രവേശന ഫീസ് ഒന്നുമില്ല, സൗജന്യമാണ് എല്ലാവർക്കും. ആരാധനാ സമയങ്ങൾ: ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്രത്യേക ആരാധനാ ചടങ്ങുകൾ ഉണ്ടാകും. പള്ളിയുടെ അകത്തുള്ള ഫോട്ടോഗ്രാഫി ചില സമയങ്ങളിൽ നിരോധിക്കപ്പെട്ടിരിക്കും, പക്ഷെ പുറത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം. തീർച്ചയായും മൈസൂർ വരുമ്പോൾ സന്ദർശിക്കേണ്ട ഒരു ദിവ്യമായ സ്പോട്ടാണ് സെൻറ്റ് അൽഫോൺസ ചർച്ച്. ആരും മിസ് ചെയ്യരുത്. താങ്ക് യു.